ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ്. ആ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആരാണെന്ന് ഞാൻ പറയാം. 30 വയസ്സിന് മുകളിലുള്ള കുറച്ച് സിവിൽ സർവീസ് ആസ്പിറൻസ് ആണ് എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചത്. സോ ഒബ്വിയസ്ലി ആ ചോദ്യം എന്താണെന്നുള്ളതും വളരെ വ്യക്തമാണ്. കാരണം 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 30 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രായമാണെങ്കിൽ എനിക്ക് സിവിൽ സർവീസസ് നേടിയെടുക്കാൻ സാധിക്കുമോ? കാരണം UPSC സിലബസിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 32 വയസ്സ് വരെയും റിസർവ്ഡ് കാറ്റഗറിക്ക് അതിന് മുകളിലുള്ള 37 വയസ്സ് വരെ എഴുതാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് കുട്ടികൾ ഇത് യൂസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ ആസ്പിറൻസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് 30 വയസ്സ് കഴിഞ്ഞു പോയി. കാരണം നമ്മൾ പറയാറുണ്ട് 21-22 വയസ്സിൽ സിവിൽ സർവീസ് പാസ്സാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 30 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സിവിൽ സർവീസ് എങ്ങനെയാണ്, അത് സാധ്യമാണോ, എനിക്കിത് നേടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു വർക്ക് പ്രൊഫഷൻ ചെയ്യുന്നവരാണ്. 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ നോർമലി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ റിസൈൻ ചെയ്ത ആൾക്കാരുണ്ട്, വളരെ ഡെയറിങ് ആയിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് 30 വയസ്സ് കഴിഞ്ഞിട്ടും ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം സിവിൽ സർവീസിന് പഠിക്കുന്ന ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, വർക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇത് സാധ്യമാണ്. വയസ്സല്ല, ബിക്കോസ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിനകത്തൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു ശരിക്കും ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, അത് അതിൻ്റെ തിയററ്റിക്കലായ വശം. പക്ഷേ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ 100% സാധ്യമാണ്. ഓൺലി ഇഫ് യു ഹാവ് എ പ്രോപ്പർ ബാലൻസ്. കറക്റ്റായിട്ടൊരു ബാലൻസ് ഉണ്ടാവണം നമ്മുടെ പ്രിപ്പറേഷനിൽ, നമ്മുടെ ജീവിതത്തിൽ, ദിനചര്യയിൽ, എല്ലാത്തിലും ഒരു കറക്റ്റ് ബാലൻസ് ഉണ്ടായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കറക്റ്റായിട്ടൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ രണ്ടാമത് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. ഈ 20s നമ്മുടെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 20, 21, 22 വയസ്സിലൊക്കെ ആൾക്കാർ സിവിൽ സർവീസ് നേടിയെടുക്കുമ്പോൾ 20 വയസ്സിൽ അല്ലെങ്കിൽ 21 വയസ്സിലത്തെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല നമ്മുടെ 30 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളത്. ഇത് ഞാൻ എഗ്രി ചെയ്യുന്നു, ഡെഫിനറ്റ്ലി ഞാൻ എഗ്രി ചെയ്യുന്നു. പിന്നെ പലപ്പോഴും പറയാറുണ്ട്, യങ് ആയിട്ടുള്ള ആൾക്കാർ, യൂത്ത്ഫുൾനെസ്സിനുള്ള വളരെ 20-22 ഉള്ള ആൾക്കാരൊക്കെ വളരെയധികം വൈബ്രൻ്റ് ആണ്, എൻതൂസിയാസ്റ്റിക് ആണ്, വളരെ ഫിയർലെസ് ആണ്, ഒന്നിനെയും പേടിക്കാത്ത ആൾക്കാരാണ്. കാരണം അവർക്ക് കൂടുതൽ പ്രഷേഴ്സ് ഒന്നും ജീവിതത്തിലില്ല. ഡെഫിനറ്റ്ലി പഠിച്ച് പാസ്സാവാനുള്ള പ്രഷേഴ്സും വീട്ടിലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും ചുറ്റും ഒരു 360 ഡിഗ്രി സ്ഥലത്തു നിന്നും വരുന്നൊരു പ്രഷർ അവർക്ക് കുറവായിരിക്കും. പക്ഷെ 30 വയസ്സ് തികഞ്ഞ ഒരാളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അങ്ങനെയല്ല. അയാൾക്ക് അദ്ദേഹത്തിന് ജോലിയോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാവും. അദ്ദേഹം വിവാഹിതനാണെങ്കിൽ ഡെഫിനറ്റ്ലി മാരേജിൻ്റെയും അല്ലെങ്കിൽ ഒരു ഫാമിലി നടത്തുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടെൻഷൻ ഉണ്ടാവും. ജോലി ചെയ്യുകയാണെങ്കിൽ വർക്ക് പ്ലേസിൽ ടെൻഷൻ ഉണ്ടാവും. സോ ഹി ഹാസ് പ്രഷേഴ്സ് ഫ്രം എവ്രി സൈഡ്. ഈ പ്രഷേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 20 വയസ്സുകാരനെക്കാട്ടും 30 വയസ്സുകാരന് എനർജിയുടെ, ഡിറ്റർമിനേഷൻ്റെയോ, എന്തൂസിയാസത്തിൻ്റെയോ കുറവൊന്നുമില്ല. പക്ഷേ ഈ പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് പലപ്പോഴും ഇത് അസാധ്യമാക്കി മാറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? ഒറ്റ ഉത്തരമേ ഉള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും സിവിൽ സർവീസിന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു വലിയൊരു ദൂരം നമുക്കിത് താണ്ടേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി ഹൗ ആർ യു ഗോയിങ് ടു ട്രാവൽ ദിസ് ഡിസ്റ്റൻസ്? ആ ഒരു പോയിന്റിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാം, കറക്റ്റ് ആയിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. അത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് രാത്രി കിടക്കുന്ന സമയം വരെ എത്ര സമയം നമ്മൾ സിവിൽ സർവീസിൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു, എത്രത്തോളം സമയം നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ആൻസർ റൈറ്റ് ചെയ്യാനും ന്യൂസ് പേപ്പർ, പത്രം വായിക്കാനും ഈവൻ നോട്ട്സ് എഴുതാൻ പോലും നമ്മൾ സമയം മാറ്റി വെക്കുന്നു, എത്രത്തോളം സമയം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ബാലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ ഡെഫിനറ്റ്ലി 30 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സിവിൽ സർവീസ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതാണ്, റിസ്ക് എന്ന് പറയുന്നതും ഫിയർലെസ്നെസ് എന്ന് പറയുന്നതും ഒരു പ്രായത്തിലോ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സോ കോൾഡ് ഓൾഡ് വെസസ് യങ് തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു വളരെയധികം ഡിറ്റർമിനേഷനോടുകൂടി, കൃത്യമായ കോൺഫിഡൻസോടുകൂടി, എന്തൂസിയാസം നമുക്കുണ്ടെങ്കിൽ നമുക്കിത് ഡെഫിനറ്റ്ലി ക്വാളിഫൈ ചെയ്യാവുന്നൊരു എക്സാം തന്നെയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോപ്പർ ബാലൻസ് ആൻഡ് പ്രോപ്പർ ഷെഡ്യൂളിംഗ് നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കുകയാണെങ്കിൽ പ്രായം അത് വെറും ഒരു നമ്പറാണ്. സോ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. സോ ഓൾ ദി ആസ്പിറൻസ് ഹു ആർ ഇൻ 30s ഓർ അബവ്, ഡോണ്ട് വറി. നിങ്ങൾക്ക് കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ, ആ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സിവിൽ സർവീസ് എക്സാം
സാധ്യമാണ്.